ഈയിടെ നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതായത് MLA ഗണേഷ് കുമാറിൻ്റെ ആ ഒരു കോൾസിൻ്റെ വീഡിയോ. ആ കോൾസ് റീസ്റ്റോർ ചെയ്ത സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കാർ കെയർ കൊല്ലമാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ XUV 500 ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമ്മൾ വണ്ടി വാങ്ങിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഇക്കോസ്പോർട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇക്കോസ്പോർട്ട് കൊടുത്തിട്ട്. അതിനുശേഷം ഒരു ഡൂ ഇറ്റ് യുവർ സെൽഫ് പോലെ ഇതിൻ്റെ സ്ക്രാച്ചെല്ലാം കളയാനായിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് ഒരു ഡൂ ഇറ്റ് യുവർ സെൽഫ് വീഡിയോ ചെയ്തു. ആ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഒരു ഇത്തിരി സ്ക്രാച്ചൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു വരവിൽ, അതായത് ലോങ് എല്ലാം പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് XUV 500 ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്, ഓടിക്കാൻ സുഖമാണ്, പോയിട്ട് വരാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വരവിൽ കൊല്ലത്തെ കാർ കെയറിൽ വന്നിട്ട് ഈ വണ്ടി ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനിവിടെ വന്നേക്കാണ്. നമ്മുടെ XUV നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് വണ്ടി ഇവിടെ കൊടുത്തിട്ട് പോവാണ്. വന്ന സ്ഥിതിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. നമുക്ക് ഈ കാർ കെയറിനെ വിശദമായതിൻ്റെ പരിചയപ്പെടാം എന്ന് പറയുമ്പോൾ ഇതിലൂടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്താണ് നമ്മുടെ വണ്ടി ചെയ്യാൻ പോകുന്നതൊക്കെ ചോദിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. സ്വാഗതം. ബാ. ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഔഡിയുടെ ഒരു A4 ഇവിടെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. റീസ്റ്റോർ ചെയ്യാൻ പറയാൻ പറ്റില്ല, പെയിൻറ്റ് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. സീൽ മാർക്കൊന്നും ഇല്ല, നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആ ഒരു ഉടമസ്ഥനോട് അല്ലെങ്കിൽ നടത്തിപ്പ് ചെയ്യുന്ന ആളോട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാം. ചേട്ടാ വരും. ഇപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഒരു ഡൂ ഇറ്റ് യുവർ വീഡിയോ ചെയ്തു, നേരത്തെ പറഞ്ഞ പോലെ. അതായത് കുറച്ച് പ്രോഡക്റ്റെല്ലാം മേടിച്ചു, വീട്ടിലിട്ട് ചെയ്തു. പക്ഷേ അത് അത്ര വൃത്തിയായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്നല്ലോ, വണ്ടി തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എനിക്ക് ഒരു A4 കണ്ടപ്പോൾ ഈ A4 അത്യാവശ്യം നല്ല ഒരു ഭംഗി തോന്നിച്ചു. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പോകുന്നത്? PPF ആണോ, സെറാമിക് ആണോ, എന്ത് കാര്യങ്ങളാണ് ഇതിനോട് ചെയ്തെന്ന് പറയും? ഇത് നമുക്ക് ഗ്രാഫൈൻ എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ആണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സോൾ മാർക്സ്, കണ്ടാമിനേഷൻ, യെല്ലോ ഷെയ്ഡ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഗ്ലോസിനെസ് ഫീൽ ചെയ്യുന്ന അങ്ങനെ ഒരു ഇതോടെ മാറ്റുക. അതിന് ശേഷമാണ് ലാസ്റ്റ് ആ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫൈൻ ചെയ്യുന്നത്. അതായത് ക്ലിയർ കോട്ട് നമ്മൾ റബ്ബ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് അതിന് ശേഷമാണ് നമ്മൾ അത് എത്ര ലെയർ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സെറാമിക് ലെയർ കണക്കാണല്ലോ. അപ്പോൾ ഈ ലെയർ കണക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ലെയർ ചെയ്യുന്നതാണോ, 2 ലെയർ ചെയ്യുന്നതാണോ, ഏതാണ് ശരിക്കും? നമുക്ക് 3 ലെയർ 4 ലെയർ വരെ ചെയ്യാം. 4 ലെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ തിക്നെസ് കൂടും, ഗ്ലോസി കൂടും, നല്ല ഷൈനിങ് ആയിരിക്കും. അത് അതിനനുസരിച്ച് നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് കുറച്ചധികം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെയറുകൾ മാറ്റുന്നത്. അതെ. കൂടുതൽ പെയിന്റിന്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അല്ലെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ കോട്ട് പ്രൈമർ, പിന്നെ അതിന്റെ മുകളിൽ ആക്ച്വൽ പെയിന്റ്, അതിന്റെ മുകളിൽ നമ്മുടെ ക്ലിയർ കോട്ട്. ഈ ക്ലിയർ കോട്ടാണ് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കുന്നതും അതിന്റെ മുകളിലാണ് നമ്മൾ സെറാമിക് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ലെയർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു ഗ്ലോസി ഫീലിംഗ് നമുക്ക് കിട്ടും, പെയിന്റ് പ്രൊട്ടക്ഷൻ കിട്ടും. പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നന്നായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്ര ലെയർ കൂടുന്നു അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ മാക്സിമം നമുക്ക് കിട്ടും. അതിന് നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. നമുക്ക് 5 ഇയർ വരെ വാറണ്ടി നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെറാമിക്കിന്റെ ഒരു യുഗം ഉണ്ടായിരുന്നു. അതായത് എല്ലാ വണ്ടികളും സെറാമിക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ആസ്കറൊക്കെ സെറാമിക് ചെയ്തിട്ടുണ്ട്, 2 വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാഫൈൻ ഒന്ന് കേൾക്കണത്. അപ്പോൾ സെറാമിക്കിനേക്കാൾ കൂടുതൽ എന്താണ് ഗ്രാഫൈനിൽ ഗുണം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? നമുക്ക് ഇപ്പം നോർമലി ചെയ്തുകൊണ്ടിരുന്നത് സെറാമിക്കാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു മാറ്റം, ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിപ്പം ഗ്രാഫൈനാണ് കൂടുതൽ ആൾക്കാർ നമുക്ക് കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നുണ്ട്. നമ്മുടെ സെറാമിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സിലിക്കൺ ഡയോക്സൈഡിൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ വരുന്നത്. ഇപ്പം ഇത് ഗ്രാഫൈൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ഗ്രാഫൈൻ്റെ മോളിക്യൂൾസ് കൂടെ ആഡ് ചെയ്താണ് വരുന്നത്. അതായത് ഗ്രാഫൈൻ സിലിക്കോൺ കണ്ടന്റ് കൂടുതലാണ്. അതെ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈ ബോണ്ടിങ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഗ്രാഫൈൻ വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഇതാണ്, തിക്നെസ് കുറച്ചുകൂടെ വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സെറാമിക്കിന് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് സാധാരണക്കാരെ സംബന്ധിച്ച്. അപ്പോൾ സെറാമിക്കിനേക്കാൾ കൂടുതൽ കോസ്റ്റ്ലി ഗ്രാഫൈൻ വരിക. ഏകദേശം ഇതിന്റെ ഈ സെറാമിക്കിന്റെ ഒരു 50% കൂടെ അധികം വരും. അതിന്റെ ഗുണമുണ്ടോ? തീർച്ചയായിട്ടും. വണ്ടി വാങ്ങിയിട്ട് ആ പെണ്ണ് കിട്ടുന്ന ഒരു തീർച്ചയായിട്ടും നമ്മൾ അതിനാണ് വാറണ്ടിയുടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 5 ഇയേഴ്സ് നമ്മൾ ആ ഒരു 5 ഇയേഴ്സ് വാറണ്ടി അത് നമ്മുടെ ഒരു പാക്കേജ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ഇയേഴ്സ് വാറണ്ടി ഉണ്ട്. അതിൽ നമുക്ക് എന്തെല്ലാം ഇതിൻ്റെ അകത്ത് വന്നാലും നമ്മളത് ചെയ്തു കൊടുക്കും. അതുപോലെ ഗ്രാഫൈനും ലെയറുകളുണ്ടോ? ഒരു ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ്?
ഇതും നമുക്ക് സെറാമിക്കിൻ്റെ പോലെ തന്നെ ലെയറുകൾ വെച്ചാണ് ചെയ്യുന്നത്, ഗ്രാഫൈനും ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ 1 ലെയർ 2 ലെയർ 3 ലെയർ വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടഫസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കും, സ്ട്രോങ് ആയിരിക്കും, കുറച്ചുകൂടി മോളിക്കുലർ ബോണ്ടിങ് കുറച്ച് സ്ട്രെങ്ത് ആയിരിക്കും. അത് കുറച്ചുകൂടി നല്ലതാണ്, നല്ല തിക്നെസ് കിട്ടും. സാധാരണക്കാർക്ക് മനസ്സിലാത്ത പക്ഷേ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് തീർച്ചയായിട്ടും അത്രയും നമുക്ക് പ്രൊട്ടക്ഷൻ കൂടും. ഓക്കെ, ഇപ്പോൾ ഗ്രാഫൈൻ ഉണ്ട്, സെറാമിക്കിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ PPFന്റെ ഒരു കാര്യം എവിടെ വരുന്നത്? PPF എന്ന് പറയുന്നത് നമ്മൾ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമാണ്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഈ പെയിന്റ് ഉള്ള ഏത് ഭാഗമാണോ അവിടെ എല്ലാം നമുക്ക് ഒട്ടിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ മൂന്നിലും കൂടിയ പൈസ അതിനാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് ക്യാഷ് വരുന്നത് PPF-നാണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് ഹീലിംഗ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചാണത്, നമ്മൾ സാധാരണ പെയിന്റിന്റെ മുകളിൽ അല്ലാണ്ട് ഇപ്പോൾ PPFന്റെ മുകളിൽ സെറാമിക് ചെയ്യുന്നുണ്ട്. ഇല്ല, അതിന്റെ ആവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആണ്, പിന്നെ അതിന്റെ മുകളിലൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഈ വെള്ള വണ്ടിയുടെ മുകളിൽ ചില മഞ്ഞ കളറൊക്കെ നമ്മൾ കാണാറില്ല. അത് നമുക്ക് അതിനാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പിൽ വാഷിംഗ് കഴിഞ്ഞുള്ള സ്റ്റെപ്പിൽ നമ്മളൊരു കട്ടിംഗ് കോമ്പൗണ്ട് ഉണ്ട്, അതിന്റെ റബ്ബിങ്ങും വെഫിങ്ങും കഴിയുമ്പോഴത്തേക്ക് യെല്ലോ ഷെയ്ഡ് അങ്ങ് മാറുക, ഫുൾ കംപ്ലീറ്റ് മാറിയതിന് ശേഷമാണ് നമ്മൾ ഗ്ലോസി ഇത് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ സെറാമിക്കിലേക്കോ ഗ്രാഫൈനിലേക്കോ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പെയിന്റിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, പ്രൈമർ എന്ന് പറഞ്ഞു, പ്രൈമറിന്റെ മുകളിൽ പെയിന്റ് നമ്മൾ ക്ലിയർ എന്ന് പറഞ്ഞു. ഈ ക്ലിയർ കട്ടായിട്ടുള്ള സ്ക്രാച്ച് എന്ത് ചെയ്യും? ക്ലിയർ കട്ടായിട്ടുള്ള സ്ക്രാച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവം ഒന്നുകൂടി നമ്മൾ അത് റബ്ബ് ചെയ്ത് പിന്നെ ബഫ് ചെയ്ത് പോളിഷ് ചെയ്ത് അത് ആ പഴയ എങ്ങനെയാണ് അതിൻ്റെ കൂടെ മാച്ച് ആവുന്ന ആ രീതിയിൽ തന്നെ ആക്കിയെടുക്കും. രണ്ടാമത് പെയിന്റ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റും. പെയിന്റ് കട്ടായിട്ടുണ്ടെങ്കിൽ മാത്രം പെയിന്റ് ചെയ്യണം, ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഔഡി അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വണ്ടികൾ, ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി നമ്മൾ പറഞ്ഞ XUV5 പോകും, ഇതൊക്കെ സാധാരണക്കാരന് ചെയ്യാവുന്ന ഒരു 1 ലെയർ അല്ലെങ്കിൽ 2 ലെയർ എന്ത് കോസ്റ്റിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ചെറിയ വണ്ടി നമ്മുടെ പാക്കേജിൽ ഇപ്പം നമുക്ക് കിട്ടാവുന്ന ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ആൾട്ടോ 800 ഇയോൺ ഒക്കെയാണ് നമുക്ക് ചെറിയൊരു വണ്ടി വരുന്നത്. നമുക്കൊരു പാക്കേജ് തുടങ്ങുന്നത് 1 ലെയർ 8000 രൂപ മുതലാണ് സ്റ്റാർട്ട്. 8000 മുതലാണ്. നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ചെറിയ ഒരു സെക്കൻഡ് ലെയർ തന്നെ ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു 12 രൂപ. 12 രൂപ സെക്കൻഡ് ലെയർ. അപ്പോൾ 2 ലെയർ മതിയായിരിക്കില്ലേ? 2 ലെയർ മതിയാവും. അതിനകത്ത് നമുക്ക് 2 ഇയർ നമുക്ക് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, ഒരു ഫ്രീ സർവീസ് നമുക്ക് കൊടുക്കും. അപ്പോൾ ടെക്നിക്കലി പറഞ്ഞാൽ ഒരു ഓൾട്ടോ വാങ്ങിയ ഒരാൾ അല്ലെങ്കിൽ ഓൾട്ടോ 800 ഉപയോഗിക്കുന്ന ആൾക്ക് 8000 രൂപയ്ക്ക് ഇത് പെയിന്റ് പ്രൊട്ടക്ട് ചെയ്ത് അത്യാവശ്യം ഒരു പ്രശ്നങ്ങളില്ലാണ്ട് കുറേ കാലം കൊണ്ടുനടക്കാം. തീർച്ചയായിട്ടും ആ ഷോറൂമിൽ നിന്ന് വരുന്ന കണ്ടീഷനിൽ അതിൽ തന്നെ നമുക്ക് കൊണ്ടുനടക്കാം. അടിപൊളിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അവസ്ഥ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്ക്രാച്ച് ഉണ്ട്. ഞാൻ ഈ ബോണ്ടൊക്കെ അന്ന് ശരിക്കും കഷ്ടപ്പെട്ട് ഉറച്ചെടുത്താണ്. അപ്പോൾ ഈ സ്ക്രാച്ച് ഒക്കെ പോകുന്ന വിചാരിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് എന്താണ് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇതിൻ്റെ അകത്ത് സെറാമിക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മൾ സെറാമിക് ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് നോട്ടൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതാണ് ബ്രാൻഡ് നോട്ടൺ എന്ന് പറയുന്നത് വേൾഡ് നമ്പർ 1 ബ്രാൻഡാണ് ഇത് വരുന്നത്. നമ്മുടെ സെയിന്റ് ഗോബന്റെ മാനുഫാക്ചറർ സെയിന്റ് ഗോബനാണ്. അത് ശരി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെറാമിക് കോട്ടിങ്ങിന്റെ ഒരു സംഗതി കേട്ടോ. അതായത് അപ്ലൈ ചെയ്യുന്ന ഒരു എന്തായാലും പറയാം അപ്ലയർ അല്ലേ? അതെ, അപ്ലയറും ഈ ഒരു സെറാമിക് കോട്ടിങ്ങിന്റെ ഒരു ലിക്വിഡ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫൈൻ ആണ് നോക്കുന്നെങ്കിൽ ഇത് ഒനിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് മെയിൻ ജർമ്മനിയാണ്. ഇത് 10H ആണ്. 10H തിക്നെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ വണ്ടിക്ക് ഇപ്പോൾ സെറാമിക് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 ലെയർ സെറാമിക്കിന്റെയും ഈ ഒരു ഗ്രാഫൈനും കോസ്റ്റ് എന്ന് പറയും. ഇത് നമുക്ക് സെറാമിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ലെയർ ചെയ്യുമ്പോൾ ഒരു 25-30 റേഞ്ച്. ഗ്രാഫൈൻ ആകുമ്പോൾ ഒരു 5000 കൂടെ 7000 വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക നമ്മുടെ ഒരു വണ്ടി ഒന്ന് റബ്ബൊക്കെ ചെയ്ത് എന്താ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി. അത് നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്നോട് വരാനുള്ള കാരണം ഉണ്ടല്ലോ, അതായത് കൊല്ലത്ത് ഗണേഷ് കുമാർ MLA ആ ഒരു കോളിസ് പഴയ കോളിസ് ഉള്ളൊരു എന്താ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി റീസ്റ്റോർ നിങ്ങളാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയാം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് നോക്കിയത്? ആക്ച്വലി സാറിന് 2 വണ്ടി ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ വർക്കിന് വന്ന 2 വണ്ടി. ഒരു മിനി കൂപ്പറും ഉണ്ടായിരുന്നു, ഒരു കോളിസ് ഉണ്ട്. കോളിസ് ഏകദേശം എനിക്ക് തോന്നുന്നത് 20 വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അത് നമ്മൾ ഫുൾ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. അപ്പം അത് നമുക്ക് ഫുൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടി ആക്ച്വലി നന്നായിട്ട് സൂക്ഷിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് പെയിൻറ്റിങ് മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ അകത്ത്. അതെ, അത് നമ്മൾ എടുത്ത് ഫുൾ പെയിൻറ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നമ്മൾ സെറാമിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെറാമിക് 2 ലേയേഴ്സ് ആണ്. 2 ലേയേഴ്സ് സെറാമിക് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ചെയ്തു നല്ല വൃത്തിയാണ്. അപ്പോൾ വണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി ഇട്ടു എന്ന് പറയുമ്പോൾ ഈ ഒരു ചളിയൊക്കെ കളഞ്ഞ് ചെയ്യണ സമയം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശരിക്കും പറയാം, എങ്ങനെയാണ് ഈ വണ്ടി ഞാൻ തിരിച്ചെത്തി എനിക്ക് വന്ന് എടുക്കാൻ പറ്റില്ല, കൊല്ലത്ത് തരണ്ടേ. അപ്പോൾ അതുപോലെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റു ജില്ലക്കാർക്കൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഉണ്ട്. അത് ശരി. പിന്നെ അതുപോലെ തന്നെ ഡോർ സ്റ്റെപ്പ് സർവീസ്. നമുക്ക് കസ്റ്റമർക്ക് വണ്ടി ഇങ്ങനെ എടുത്തോണ്ട് വരാൻ പറ്റാതെയാണ് നമ്മൾ അവിടെ പോയി കൊണ്ടുകൊടുക്കും അല്ലേ? അവിടെ പോയി ചെയ്യുന്നുണ്ട്. ഡോർ സ്റ്റെപ്പ് സർവീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറാമിക് കോട്ടിങ്ങിനൊക്കെ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് അല്ലേ? അവിടെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ നമുക്ക് കുറച്ചൊരു വണ്ടി കയറി പൊടിയൊന്നും അടിക്കാത്ത സെറാമിക്കിന്റെ ഒരു
ഒരു ശത്രുവാണ് കൂടി. അപ്പോൾ നമുക്ക് കുറച്ച് ഈ ഹൈവേ സൈഡൊന്നും അല്ല, കുറച്ച് ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ മഴ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ടാർപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്ത് സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഇട്ടിട്ട് പോവാണ്. ഇട്ടിട്ട് പോകുന്ന പറയുമ്പോൾ ഈ ഒരു വണ്ടി ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം, ഇതിൻ്റെ അവസ്ഥ എന്താണല്ലോ. എന്തായാലും അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നോട്ടിഫിക്കേഷൻ ഉള്ളത്. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ലൈക്ക് ഷെയർ ചെയ്യണമെന്ന് തരാം, അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.